ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഷാജു ചാക്കോ, തോളൂർ, പറപ്പൂർ, തൃശ്ശൂരിൽ നിന്നാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് സ്റ്റിങ്ലെസ് ഹണി ബി, ചെറുതേനീച്ചേനെ എങ്ങനെ മരത്തിൻ്റെ പൊത്തിൽ നിന്നും ചുമരിൻ്റെ പൊത്തിൽ നിന്നും ട്രാപ്പ് കൂട് ഉപയോഗിച്ച് നമ്മൾ കൂട്ടിലാക്കാം. അത് ഒന്നില്ലെങ്കിൽ മരത്തിൻ്റെ തേക്കിൻ്റെ കൂട്ടിലോ അല്ലെങ്കിൽ കുടത്തിലോ മൺകുടത്തിലോ നമുക്ക് ചുമരിൻ്റെ പൊത്തിൽ നിന്നും മരത്തിൻ്റെ പൊത്തിൽ നിന്നും ഞാൻ ഈ കാണിച്ച പ്രകാരം നമ്മൾ ഇതിനെ ഉള്ളിലാക്കി ഒരു 3 മാസക്കാലം വെയിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഒന്ന് തുറന്നു നോക്കി അതിൽ മുട്ടയും, അതായത് തേനീച്ചയുടെ മുട്ടയും റാണി മുട്ടയും ഉണ്ടെങ്കിൽ ഒരു റാണി മുട്ടയും കുറച്ച് തേനീച്ച മുട്ടയും കൂടി നമ്മൾ എടുത്തു മാറ്റുന്നു. അതിനോടൊപ്പം കുറച്ച് പൂമ്പൊടിയും അവർ നിക്ഷേപിച്ച തേനും കുറച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന കൂടിലേക്ക് എടുത്തു മാറ്റുന്നു. അതിന് ശേഷമാണ് കുറച്ച് 6 മാസം വരുമ്പോൾ നമ്മൾ നോക്കുന്നു. അപ്പോൾ അതിൽ തേൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഇത് ഞാൻ 6 മാസം കഴിഞ്ഞ കൂട്ടിൽ നിന്ന് എടുക്കുന്ന തേനാണ്. ഈ തേൻ ഒപ്പം തന്നെ ഞാൻ ഒരു കൂടും കൂടി എക്സ്ട്രാ സ്പ്ലിറ്റ് ചെയ്തു. ഇതിൽ നിന്ന് റാണി മുട്ടയും കുറച്ച് മുട്ടയും, അതെല്ലാം തേനീച്ചയുടെ മുട്ടയാണ്, റാണി ഇടുന്ന മുട്ടയാണ്, അതും കൂടി മറ്റൊരു കൂട്ടിൽ വെച്ച് വേറെ കൂടിനെ സ്പ്ലിറ്റ് ചെയ്തു. അതുപോലെ തന്നെ തേനെടുത്ത് നമ്മൾ നല്ലവണ്ണം അത് സ്റ്റീൽ പാത്രത്തിൽ അരിപ്പ ഒഴിച്ച് അതിൻ്റെ മുകളിൽ വയ്ക്കുക. കുറച്ച് നേരം നമ്മൾ വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ ആ തേൻ മുഴുവനും ആ പാത്രത്തിലേക്ക് വീഴും. ഒരിക്കലും നമ്മൾ പിഴിഞ്ഞെടുത്ത് തേൻ എടുക്കാൻ പാടില്ല. കാരണം പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ പൂമ്പൊടിയുടെ അംശം ഈ തേനിൽ മിക്സാവുകയും ഒരു പുളിപ്പ് രസവും തേൻ പെട്ടെന്ന് കേടാവാനും സാധ്യത കൂടുതലാണ്. അതാണ് നമ്മുടെ മെത്തേഡ്. ഞാൻ കുറച്ച് നാളായിട്ടുള്ള ഇപ്പോൾ 10 കൂടുകളോളം എൻ്റെ കയ്യിലുണ്ട്. ഇനിയും കൂടുകളെ വികസിപ്പിക്കുക എന്നതാണ് എൻ്റെ നെക്സ്റ്റ് മുന്നേറ്റം.